ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോ ലാലേട്ടനും മമ്മൂക്കേനും ഒന്ന് കമ്പയർ ചെയ്ത് ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പം കുറേ തെറിയും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് വീഡിയോ ചെയ്തത്. പക്ഷേ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ മമ്മൂക്കൻ എങ്ങനെ ആക്കി പറയാൻ എനിക്ക് വലിയ താല്പര്യമുള്ളതല്ല. പക്ഷെ നമ്മൾ സത്യസന്ധമായ കാര്യം ഞാൻ പറഞ്ഞില്ലേ, മമ്മൂക്കൻ്റെ ഫാൻസ് ഓരോന്ന് വീരവാദം മുഴക്കുമ്പോഴും അങ്ങനെയൊക്കെ ലാലേട്ടനെ വല്ലാതെ പറയുമ്പോൾ നമ്മൾ ഓരോ വീഡിയോസ് അങ്ങനെ ചെയ്യുന്നതാണ്. ഓക്കെ, സോ അതിന് താഴെ വന്ന് കമന്റ് നല്ല രീതിയിൽ അടിച്ച ആൾക്കാർക്കൊക്കെ അതിനായിട്ടുള്ള കറക്റ്റ് മറുപടി കൊടുത്തിട്ടുണ്ട്. അല്ലാതെ നമുക്ക് എന്താ പറയുക, ചുമ്മാ വന്ന് തെറി പറയുന്ന ആൾക്കാരോട് നമ്മളൊന്നും പറയല്ലേ. കാരണം അവർക്ക് പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അല്ലോ അങ്ങനത്തെ തെറിയൊക്കെ പറഞ്ഞ് വരുന്നത്. എന്തായാലും ഇനി ഞാൻ ഈ ഒരു കമ്പാരിസൺ എന്തിനാണ് കാരണം എനിക്കും എന്താ പറയാ നമ്മളെ വീഡിയോന്റെ താഴെ ഇങ്ങനെ അങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ല ആ കാര്യത്തിൽ സത്യം പറഞ്ഞാല്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചെന്ന് വെച്ചാൽ അവരെ എടുത്ത് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ ലാലേട്ടൻ എന്തുകൊണ്ടാണ് നമ്പർ 1 ആകുന്നത് എന്നുള്ളതിന്റെ അത് തെളിയിച്ചു തരാനുള്ള ഒരുപാട് വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോസ് ആയിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ലല്ലോ, കാരണം ഞാൻ പറയല്ലേ, എനിക്ക് മമ്മൂക്കേനോട് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ഒരു ഭയങ്കര കടുത്ത മോഹൻലാൽ ആരാധകനാണ് ഞാൻ. സോ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ വേറെ ഒന്നുമില്ല. നിങ്ങൾ ചിലപ്പോൾ പലരും കണ്ടിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഇന്ത്യയിലെ ഏത് ആക്ടേഴ്സും ഏത് ടെക്നീഷ്യനും എടുത്ത് നിങ്ങൾ ഇന്റർവ്യൂസ് കാണുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പം അഭിനയം എന്ന പേര് വരുമ്പം അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് മോഹൻലാൽ എന്ന പേരാണ് അഭിനയത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ. അത് ഞാൻ എങ്ങനെ എടുത്തു പറയാൻ കാരണം വെച്ചാൽ നമ്മൾ അഭിനയത്തിനെ കുറിച്ച് വിവരമില്ലാത്ത ആൾക്കാർ ഇവിടെ കിടന്നിട്ട് ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും പറയുന്നത് നമുക്ക് നമ്മൾ ഓഡിയൻസ് അല്ലേ, നമ്മൾ പറയുന്ന പോലെ അല്ല ആ മേഖലയിൽ നിൽക്കുന്ന വലിയ വലിയ ആൾക്കാരും എല്ലാവരും അഭിനയത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഫേവറേറ്റ് ആക്ടർ ആയിട്ട് ലാലേട്ടനെ പറയുമ്പോൾ അത് വ്യത്യാസം നമ്മൾ പറഞ്ഞ പോലെ ഇല്ല. സോ നിങ്ങൾ യൂട്യൂബിൽ ചുമ്മാ നിങ്ങൾ ആരും മോഹൻലാൽ ഫാൻസോ മമ്മൂക്ക ഫാൻസോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് വ്യക്തമായിട്ട് മോഹൻലാൽ എന്ന നടന്റെ സ്ഥാനം എവിടെയാണ് എന്നുള്ളതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾ ഇന്ത്യ മുഴുവനുള്ള ഏത് ലാംഗ്വേജിലുള്ള ആക്ടേഴ്സും അഭിനയം എന്ന് പറയുമ്പോൾ ലാലേട്ടന്റെ പേര് പറയുന്നത് അതിന്റെ കാരണം അതാണ്. സോ ഇന്ന് നമുക്കിപ്പോൾ കാണാനുള്ളൊരു വീഡിയോ എന്ന് വെച്ചാൽ തെലുങ്ക് സൂപ്പർ സ്റ്റാർ നമ്മുടെ വെങ്കിടേഷ് ഇല്ലേ, തെലുങ്ക് സൂപ്പർ സ്റ്റാർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. അദ്ദേഹം ഒരുപാട് സിനിമ റീമേക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് റീമേക്കുകൾ പൊതുവെ തെലുങ്കിന്റെ ഒരു രീതി അങ്ങനെയാണല്ലോ. സോ അദ്ദേഹം ഒരുപാട് സിനിമകൾ തെലുങ്കിലേക്ക് പല ആക്ടേഴ്സിന് റീമേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് നമുക്ക് ആദ്യം വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. அது பண்ணியிருக்கேன். ஒரு பாண்டியன் படம் பண்ணியிருக்கேன். ரஜினிகாந்த் சார் படம் பண்ணியிருக்கேன். விஜயகாந்த் சார் படம் பண்ணியிருக்கேன். அப்புறம் மாதவன் குரு பண்ணியிருக்கேன். அப்புறம் பார்த்தீங்கன்னா விக்ரம் பண்ணியிருக்கேன். அப்புறம் முரளி அண்ட் மம்முட்டி சார் அதுவும் பண்ணியிருக்கேன். இது யாரும் கிடைக்கும் இல்ல, பாடி லாங்குவேஜ் பண்றது ரொம்ப கஷ்டம். இன்ஃபேக்ட் ஐ அம் பிக் மோகன்லால் சார் படம் நிறைய எனக்கு அவருக்கு ரொம்ப திக்கல், யூனிக், வெரி ஸ்பெஷல். பட் விஷயம் பார்த்தேன், பட் கதை பார்த்தேன், டக்குன்னு இது பண்ணிடுறேன். அதுல ஒரு கதைய ஒரு ஃப்ரெஷ்னஸ். அதுக்கு மேலே நிறைய மோகன்லால் சார் படம் அவர் படம் ரொம்ப கஷ்டம். தோணு அவர் என்னென்ன மேஜிக், அவர் மேஜிக்கே வேற. சம்டைம்ஸ் யூ ஹேவ் டு ரெஸ்பெக்ட் தி ஆக்டர்ஸ். എല്ലാം പോയി பண்ணு. സോ ഈ വീഡിയോയിൽ തെലുങ്കിലെ സൂപ്പർ സ്റ്റാർ ആണ്. ഇതുപോലെ ഒരു 100 ആക്ടേഴ്സിന്റെ വീഡിയോ നമ്മൾക്ക് ചെയ്യാനുണ്ട്, എൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ് യൂട്യൂബിൽ ലാലേട്ടൻ്റെ ആക്ടിങ് പറഞ്ഞ്. അപ്പം ഇതിലുള്ളൊരു വ്യത്യാസം എന്താ വെച്ചാൽ, നമ്മൾ ഫാൻസുകാർ ചുമ്മാ ഇരുന്നിട്ട് തള്ളല്ല. ഇതിൽ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ റീമേക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും മേ ബി ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം ഇനി പറയാത്ത ആൾക്കാരില്ല. രജനീകാന്ത്, കമൽഹാസൻ, അജിത്ത്, വിക്രം, സൂര്യ മുതൽ മമ്മൂക്ക, അങ്ങനെ എല്ലാവരുടെ സിനിമയും അദ്ദേഹം റീമേക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തെലുങ്ക് ഭാഷയിലേക്ക്. അതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ ലാലേട്ടൻ്റെ സിനിമ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം ചെയ്യാറില്ല. ദൃശ്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട്, അത് ആ കഥ കണ്ടിട്ട് ചെയ്തതാണ്. ഇതിനു മുമ്പ് വന്ന് ഒന്നും ചെയ്യാറില്ല. കാരണം പറയുന്നത് നിങ്ങൾ കേട്ടല്ലേ, ഒന്നുകൂടി പറയണമെന്നാലും. കാരണം ഇദ്ദേഹം ഈ വെങ്കിടേഷ് ലാലേട്ടൻ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ആ പറയുന്ന രീതിയും കാര്യങ്ങളും
നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും എന്താ റെസ്പെക്റ്റും ആ കാര്യങ്ങൾ. അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, നമ്മൾ ചില ആക്ടേഴ്സിനോട് ഒരു റെസ്പെക്ട് കൊടുക്കണ്ടേ, അദ്ദേഹത്തിന്റെ ഒരിക്കലും നമുക്ക് ചെയ്യാൻ കഴിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് വേറെ എന്തോ ഒരു മാജിക്കാണത്. സോ ഞാനത് ചെയ്യാറില്ല. സോ അതുകൊണ്ടാണ് ലാലേട്ടൻ്റെ സിനിമകൾ പലതും വന്നിട്ടും അദ്ദേഹം ചെയ്യാത്തത്. ഇത് ഒരു ചെറിയൊരു എക്സാമ്പിൾ. കാരണം ഓരോന്നിനും ഓരോ പോയിന്റ് നമുക്ക് എടുക്കാനുണ്ടാവും. സോ ഇത് ഞാൻ പറഞ്ഞില്ല, 100 ആക്ടേഴ്സിലെ ഒരു ആക്ടറാണിത്. ഇനി ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലും മലയാളത്തിലുള്ള ഒരു 100 കണക്കിന് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്. സോ ഇതുപോലെ ഞാൻ ചുമ്മാ ഒരു കാര്യം പറയുകയാണ്, ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ അല്ലേ ഞാൻ പറഞ്ഞ, ഒരു 100 കണക്കിന് വീഡിയോസ് എനിക്ക് ചെയ്യാനുണ്ട്. അതുപോലെ നമ്മുടെ മമ്മൂക്കയുടെ ആക്ടിങ്ങിനെ പറ്റിയിട്ട്, സൗന്ദര്യത്തിനെ പറ്റിയിട്ടോ ലുക്കിംഗ് യങ് ആ ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊന്നുമല്ല, മമ്മൂക്കയുടെ ആക്ടിങ്ങിനെ പറ്റിയിട്ട് പറയുന്ന വീഡിയോസ് ഉണ്ടാവും. പക്ഷെ ഇതുപോലെ ഇന്ത്യയിലുള്ള എല്ലാ ആക്ടേഴ്സും സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കമന്റിൽ ലിങ്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് കാണാമല്ലോ. അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഹെൽത്തി ഡിബേറ്റോ ഹെൽത്തി ഇതിനൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അത് അവിടെ സോർട്ട് ചെയ്യാം. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഇതാണ്. ഞാൻ അടുത്ത വീഡിയോയിൽ വേറൊരാളതും കാര്യങ്ങളും ആയിട്ട് വരാം. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.